ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കിൽ ജേർണലിംഗ് ചെയ്യാം. അതും ഒരു കവായ് ജേർണലിംഗ്. എൻ്റെ കയ്യിൽ കവായ് സ്റ്റിക്കേഴ്സും സപ്ലിമെൻറ്റ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി. പിന്നിൻട്രസ്റ്റ് നോക്കി ഇങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലും സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരൊക്കെയാണ് ഇപ്പോഴും ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കട്ടിങ്സ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ജേർണലിൻ്റെ കാര്യം അറിയാമല്ലോ, നമുക്ക് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് ഒട്ടിക്കണം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെ ചെയ്താലും അവസാനം അത് എസ്തെറ്റിക്സ് ആയിട്ട് തന്നെ വരും. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ, ഈ കവായ് ജേർണലിംഗ് എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. പല യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കവായ് ജേർണലിംഗ്, കവായ് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന്. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു കവായ് ജേർണൽ വരെ ഉണ്ടാക്കി. കുറച്ച് കോട്ട്സ് കൂടെ എഴുതി കൊടുത്തപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോവല്ലേ.